നോക്കിയാ നേരം വെക്കിയ എല്ലാ കള്ളും പൊളി കിട്ടോ. ഞാൻ അവിടെ കഴിച്ചാവുള്ള പാട് കെട്ടിടും നോക്കണ്ട. ഇന്ന് നമുക്ക് കള്ളു കുടിച്ചും കാട്ട് കൂട്ടി മാറണം. അല്ല ഈ ക്യാൻസർ എന്താ വേണ്ടേ? കള്ളുണ്ടോ? കള്ളുണ്ടോ? അല്ല മുരുക, ഇത് കള്ള് ഷാപ്പാണെന്ന് നമുക്ക് അറിയില്ലേ? ആ മുതലാളി. അകത്ത് കള്ളും കുപ്പി ഉണ്ട് എന്ന് നമുക്ക് അറിയൂലേ? ആ മുതലാളി. എന്നാ പിന്നെ ആ കള്ളും കുപ്പി ആത്തെടുത്ത് നട കൊണ്ടു കൊടുക്കടാകട്ടെ. ശരി മുതലാളി. പറഞ്ഞവനെ എന്നോട് എടാ, ഇത് മൂത്തതോ ഇളയതോ? മൂത്തത് ഇളയത് നോക്കണ്ടേ? നിങ്ങൾ അങ്ങ് കുടിച്ചാളി. അല്ലടാ, എന്താ തിന്നാളേ? നിങ്ങൾക്ക് എന്താ വേണ്ടേ? എന്താണല്ലേ? ഇവിടെയോ? ഇവിടെ പത്തിരിണ്ട്, പൊരിച്ച മീനുണ്ട്. ആ, പൊരിച്ച മീൻ എടുക്ക്. തലക്കറി ഉണ്ട് കേട്ടോ. തലക്കറി തലി വളരെ വേണ്ട. പൊരിച്ച മീൻ എടുക്കും. പൊരിച്ച മീൻ കൊണ്ടാ. പത്തിരി ആയിക്കോട്ടെ. പത്തിരി കൊണ്ട പൊരിച്ച മീൻ കൊണ്ടാ. അല്ല രാമകൃഷ്ണ, ടി വി തുറന്നാൽ പിന്നെ പോലീസുകാരെ പറ്റിയുള്ള കംപ്ലൈന്റ് ഉള്ളൂ. പോലീസുകാർക്ക് ഒന്നായിട്ട് ഭ്രാന്തായോ? അല്ലടോ സുന്ദര, പോലീസുകാർക്ക് എന്താ പണി? എന്താ പണി? പോലീസിന് കള്ളനെ പിടിക്കലല്ലേ പണി? പോലീസ് കള്ളനെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടായിട്ട് ഉമ്മൂട്ടി ഉറക്കലാണോ പണി? അല്ല. അപ്പൊ പോലീസ് ആവുമ്പോ കള്ളനെ പിടിച്ചു കഴിഞ്ഞാല് പോലീസ് ചിലപ്പോ വേദനയാക്കി വരും. പോലീസ് ചിലപ്പോ വേറെ പലതും ചെയ്തിട്ടുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ നാട്ടിലുണ്ടായിട്ടുണ്ട്. ഇല്ലയോ? എന്താണ് ഇപ്പൊ ഈ വാർത്തയിലൊക്കെ ഇപ്പൊ ഇങ്ങനെ വരാൻ കാരണം മനസ്സിലായോ? എന്താണ്? അവിടെ പോലീസ് സ്റ്റേഷനിൽ CCTV ക്യാമറ. ആ ക്യാമറയാണ് ഒന്നാം പ്രതി. അതുള്ളതുകൊണ്ടാണ് കണ്ട കലാക്ക് മുഴുവൻ നാട് മുഴുവൻ പ്രചരിച്ച എല്ലാ ഗുരുവാനും കാരണം. അതിനെന്താ ചെയ്യാ? അതിനുമ്പോ മൊമ്മോറാണ്ടം കൊടുക്കണം മുഖ്യമന്ത്രിക്ക്. എല്ലാരെ കൊണ്ട് ഒപ്പിടിച്ചിട്ട് ക്യാമറ വേണ്ട. പോലീസ് സ്റ്റേഷനിൽ കേരളത്തിൽ ഒരു പോലീസ് സ്റ്റേഷനിലും ക്യാമറയെ CCTV വേണ്ട. വേണ്ട വേണ്ട വേണ്ട.